ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. രാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങവേ പെട്ടെന്ന് ദൂരെ മാറി ഒരു കാഴ്ച കണ്ടു. ഊർമിളാദേവി ഒരു കൊച്ചു ചായക്കടയിൽ നിന്ന് വിയർത്തൊലിച്ചുകൊണ്ട് ചായയും മറ്റു പൊരിപ്പുകളുമെല്ലാം ഉണ്ടാക്കി കടയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഊർമിളയുടെ രൂപം അപ്പാടെ മാറിയിരിക്കുന്നു. മുടികളിൽ നര വന്നു തുടങ്ങി. ശരീരം അപ്പാടെ ക്ഷീണിച്ച് ഒരു സാധാരണ സ്ത്രീയെ പോലെയാണ് അവരുടെ വേഷം. അവർ ഉടുത്തിരിക്കുന്ന ഒരു പഴഞ്ചൻ സാരിയുടെ തുന്നിപ്പോയ തുമ്പറ്റം അവരുടെ വയറ്റിൽ അവർ ചെരുകി വെച്ചിട്ടുണ്ട്. ഊർമിളയുടെ നല്ല ഭംഗിയാർന്ന മുഖം ആകെ കരിവാളിച്ച് നിറം കെട്ട് കറുത്തു പോയിരിക്കുന്നു. നെറ്റിയിൽ കുറച്ച് ഭസ്മവും തൊട്ടിട്ടുണ്ട്. ഇത് കണ്ട രാമസ്വാമി ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു. ഇത് ഊർമിളാദേവിയല്ലേ? ഭഗവാനെ, ഊർമിളാദേവി ഈ കോലത്തിലായോ? രാമസ്വാമിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളും ലക്ഷങ്ങൾ വിലയുള്ള സാരിയുമൊക്കെ ധരിച്ച് കാറിൽ ഡ്രൈവറുമൊത്ത് യാത്ര ചെയ്തിരുന്ന ഊർമിളാദേവി ഇന്ന് നിലംപരിശായിരിക്കുന്നത് കണ്ട് രാമസ്വാമിയുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ വന്നു. അത് തുടച്ചുകൊണ്ട് രാമസ്വാമി ആ ചായക്കടയിലേക്ക് പോയി. മാഡം, ഒരു ചായ. പതിഞ്ഞ സ്വരത്തിൽ തന്നെ മേഡമെന്ന് വിളിച്ചത് കേട്ട അവർ രാമസ്വാമിയെ ഒന്ന് നോക്കി. രാമസ്വാമിയെ മുൻ പരിചയമില്ലാത്തതുപോലെ അവർ അവരുടെ ജോലികളിൽ മുഴുകി. തന്നെ കണ്ടിട്ടും പരിചയം കാണിക്കാത്ത ഊർമിളാദേവിയോട് പെട്ടെന്ന് രാമസ്വാമി ചോദിച്ചു, ഊർമിളാദേവി, എന്താ ഇത്? நீங்க என்ன தப்பா புரிஞ்சிருக்கீங்க. நான் ஊர்மிளா கிடையாது. என் பேரு லட்சுமி தேவி. நீங்க கேட்டது ചായ് தானே? ഒരു നിമിഷം ഇപ്പൊ കൊടുക്കരേ. അവർ ഇത്രയും പറഞ്ഞതും രാമസ്വാമി വായിൽ വിരൽ വെച്ച് പോയി. മനസ്സിൽ ഒരു നിമിഷം രാമസ്വാമി ചിന്തിച്ചു, എന്തിനായിരിക്കും എന്നാലും ഊർമിളാദേവി എന്നോട് പേര് പോലും മാറ്റി പറഞ്ഞത്? ഉത്തരം കിട്ടാതെ രാമസ്വാമി ഒരു നിമിഷം പതറിപ്പോയി. ഞെട്ടൽ മാറാതെ ലക്ഷ്മി ദേവി കൊടുത്ത ചായയും കുടിച്ച് കുറച്ച് മാറി നിന്നുകൊണ്ട് സ്വാമി അവരെ വീക്ഷിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. ലക്ഷ്മി ദേവി അവരുടെ കട അടയ്ക്കുന്നതുവരെയും അവരുടെ പ്രവൃത്തികൾ നോക്കി നിന്ന രാമസ്വാമി രാത്രിയിൽ കട അടച്ചതും അതെല്ലാം ഞെട്ടലോടെ നോക്കിക്കാണുകയായിരുന്നു. കട പൂട്ടിയ ലക്ഷ്മി ദേവി നേരെ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുതിറങ്ങാൻ തുടങ്ങവേ രാമസ്വാമി അവരോടായി ചോദിച്ചു, ഊർമിളാദേവി, എന്താ ഊർമിളാദേവി ഇതൊക്കെ? എന്തിനു വേണ്ടിയാ ഊർമിളാദേവി ഈ ചായക്കടയൊക്കെ നടത്തി ഇങ്ങനെ കഴിയുന്നത്? ദേശായി വീട്ടിലെ ഊർമിളാദേവിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അയ്യോ, തപ്പ എടുക്കാതെ. നീങ്ക சொல்ற மாதிரி நான் ഊർമിള கிடையாது. நான் ലക്ഷ്മി ദാ. പെട്ടെന്ന് അങ്ങോട്ട് മറ്റൊരു തിരുമേനി വന്നു. എന്നാച്ചു ലക്ഷ്മി, ഇവങ്ക കിട്ട എന്നാ പേച്ച്? ஒன்றும் இல்லை ஐயா. இந்த ஆள் என்னை பார்த்து ஏதோ ஊர்மிளான்னு சொல்றா. அது நான் சொல்லிக்கிட்டே இருந்தேன். சரி ஐயா, நான் போறேன். എനിക്ക് നല്ല ഉടമ്പ് വലിക്കുത്. കൊഞ്ചം റെസ്റ്റ് എടുക്കണം. വണക്കം അയ്യാ. ഇത്രയും പറഞ്ഞ് ലക്ഷ്മി ദേവി അവിടെ നിന്ന് പോയി ദൂരേക്ക് മാറിയുള്ള ഒരു ക്ഷേത്രഭാഗത്ത് ഒരു വലിയ പരമ്പ് വിരിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതെല്ലാം കണ്ട രാമസ്വാമി തിരുമേനിയോടായി പറഞ്ഞു, തിരുമേനി, ഇത് ലക്ഷ്മിയല്ല, നമ്മുടെ ഊർമിള മാഡമാണ്. ഓ, മലയാളിയാ? സ്വാമി, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ. ഇത് ഊർമിള കിടയാത്. 20 வருடமா இவங்க எங்க இருக்கு. எங்க இருந்து இவங்க எங்க வந்ததுன்னு நமக்கு யாருக்குமே தெரியல. 20 வருடத்துக்கு முன்னாடி இவங்க எந்த வந்தப்போ இவளுக்கு சொந்த பேரு கூடி ஞாபகம் இல்லாம தான் இருந்தேன். பார்க்கறதுக்கு லட்சுமி மாதிரி இருந்த இவங்களுக்கு நான் தான் மகாலட்சுமி தேவின்னு பெயர் கொடுத்தது. അന്നേ മുതൽക്കേ ഇന്നു വരയ്ക്കും ഇവങ്ക മഹാലക്ഷ്മി ദാ. തിരുമേനി പറയുന്നതെല്ലാം കേട്ട് രാമസ്വാമി ഞെട്ടിപ്പോയി. ശരി തിരുമേനി, എനിക്ക് തെറ്റിയതായിരിക്കും. ഇത്രയും പറഞ്ഞ് രാമസ്വാമി പോയി. കുറച്ചു ദിവസം അവിടെ നിന്നുകൊണ്ട് രാമസ്വാമി ലക്ഷ്മി ദേവിയെ വീക്ഷിച്ചെങ്കിലും അവരിൽ ഊർമിളാദേവിയുടെ ഒരു തരി അംശം പോലും കണ്ടെത്താൻ രാമസ്വാമിക്ക് കഴിഞ്ഞില്ല. രാമസ്വാമി തിരികെ നാട്ടിലെത്തി. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ രാമസ്വാമി ഒരു ദിവസം ദേശായി വീട്ടിൽ വന്നു. സ്വാമി ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറയാനിരിക്കുകയായിരുന്നു. ആണോ? എന്താ വിശേഷിച്ച്? അത് പിന്നെ സ്വാമി, നമ്മുടെ ദേശായി കമ്പനിയുടെ 50ാമത് വാർഷികമാണ്. വരുന്ന 25-ാം തീയതി. രാമസ്വാമി തീർച്ചയായും ഉണ്ടാവണം. അത് ഊർമിളാദേവി ഇല്ലാതെ എങ്ങനെയാ ഈ 50ാം വാർഷികയെല്ലാം? ഊർമിളാദേവി എവിടെയെന്ന ചോദ്യത്തിന് നിങ്ങൾ പത്രക്കാരുടെ മുന്നിൽ എന്ത് മറുപടി പറയും ദേവരാജൻ സാറേ? അതാണ് രാമസ്വാമി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഊർമിളയെ തിരക്കുന്ന മീഡിയക്കാരോട് എന്തുത്തരമാണ് പറയുകയെന്ന് നമുക്കാർക്കും അറിയില്ല. ഊർമിളയാണ് നമ്മുടെ അമ്മയെ കൊന്നതെന്നും അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും ഇപ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ലെന്ന് നമ്മൾ എങ്ങനെ മീഡിയക്കാരോടും പത്രക്കാരോടും പറയും? ഊർമിളയെ തിരിച്ചു വിളിക്കാമെന്ന് കരുതിയാൽ അവൾ എവിടെയാണെന്ന് നമുക്ക് അറിയുകയുമില്ല. മാത്രമല്ല
അവൾ ചെയ്ത തെറ്റുകൾ നമുക്കങ്ങനെ മറക്കാൻ കഴിയുമോ? പക്ഷേ ഊർമിളാദേവി ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് നമുക്കും അറിയാം സ്വാമി. ഇത്രയും കാലം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഇനി നാട്ടുകാർ മുഴുവനായി അറിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഞാനിതിനൊരു പരിഹാരം പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ തൽക്കാലത്തേക്ക് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഊർമിളയെ ആവശ്യമുണ്ട് അല്ലേ? അതെ രാമസ്വാമി. പക്ഷേ അവളെ തിരിച്ചു വിളിക്കുന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യമാണ്. അതിനൊരു വഴിയുണ്ട് ദേവരാജൻ സാറേ. ഊർമിളാദേവിയെ പോലെ തോന്നിക്കുന്ന ഒരാളെ ആ ഫംഗ്ഷനിൽ കൊണ്ടുവന്നാൽ പിന്നെ ആരും സംശയിക്കില്ലല്ലോ നിങ്ങളെ ഒന്നും. സ്വാമി പറയുന്ന പോലെ അങ്ങനെ ഒരാളെ എവിടെ നിന്ന് കിട്ടും? കിട്ടും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് രാമസ്വാമി അവിടെ ഇരുന്ന് കബഡി നിരത്തി. ഞാൻ എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ട ഒരു കാര്യമാ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരാളെപ്പോലെ ഈ ഭൂമിയിൽ 7 പേരുണ്ടെന്നല്ലേ പറയാറ്? നിങ്ങളിൽ ആരെങ്കിലും 2 പേർ രാമേശ്വരത്തെ ക്ഷേത്രത്തിൽ പോയി അതിരാവിലെ 7 മണിക്ക് കുളിച്ചൊരുങ്ങി ഒരാഴ്ചത്തെ വ്രതവും നോക്കി ഭഗവാന് വേണ്ട പൂജകൾ ചെയ്താൽ ഊർമിളാദേവിയെ പോലെ തോന്നിക്കുന്ന ഒരാളെ തന്നെ നിങ്ങൾക്ക് രാമേശ്വരത്ത് കാണാൻ കഴിയും. സ്വാമി ഇതെന്തൊക്കെയായി പറയുന്നത്? അതേ ദേവരാജൻ സാറേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്നുവരെ സ്വാമി പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്ക്. ഉറപ്പായും ഊർമിളാദേവിയെ പോലെ തോന്നിക്കുന്ന ഒരാളെ നിങ്ങളുടെ കൺകളിൽ ദൈവം എത്തിക്കും. അവരോട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് അവരെയും കൂട്ടി ഇവിടെ അന്നത്തെ ദിവസത്തേക്ക് വരാവുന്നതല്ലേ? ദേശായി വീട്ടിലെ എല്ലാവരും രാമസ്വാമി പറഞ്ഞ കാര്യം കുറച്ച് ശ്രദ്ധയോടെ കേട്ടു നിന്നുവെങ്കിലും ആർക്കും അത് പെട്ടെന്ന് അംഗീകരിക്കാനായില്ല. സ്വാമി പറയുന്നത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നേ. നമ്മുടെ അമ്മയെ കൊന്ന ഊർമിളയെ എന്തായാലും നമ്മളെ വീട്ടിൽ വീണ്ടും കയറ്റാൻ പോകുന്നില്ല. അപ്പോ പിന്നെ ഊർമിളയെ പോലെ തോന്നിക്കുന്ന ഒരാളായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവേട്ട, അർജുൻ, അഭിഷേക്, നിങ്ങൾ വേണം ഇതിനെല്ലാം തീരുമാനം പറയാൻ. രാമസ്വാമി പറഞ്ഞ ഈ കാര്യത്തോട് എനിക്ക് പൂർണ്ണ സമ്മതം. ഈ തീരുമാനങ്ങളെല്ലാം രാമസ്വാമി പറയുന്ന സമയത്ത് മന്ദാകിനി ദേശായി വീട്ടിലില്ലായിരുന്നു. അത് രാമസ്വാമിക്ക് അറിയാമല്ലോ. മായാവതിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയാതെ ഇപ്പോൾ എങ്ങനെയാ? ഞാൻ പറയുന്നത് അനുസരിക്ക് ദേവരാജൻ സാറേ. തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ ഊർമിളാദേവിയുടെ അപര ഇവിടെ എത്തുന്നത് വരെയും മായാവതി ഇക്കാര്യങ്ങളൊന്നും അറിയണ്ട. എല്ലാം ദൈവത്തിന്റെ ഓരോ നിയോഗമാണെന്ന് കരുതിയാൽ മതി. ഇത്രയും പറഞ്ഞ് രാമസ്വാമി പോയി. അങ്ങനെ ദേശായി വീട്ടിലേക്ക് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഊർമിളാദേവിയുടെ അപരയെ തന്നെ കൊണ്ടുവരാൻ എല്ലാവരും തീരുമാനിച്ചു. രാമസ്വാമി പറഞ്ഞതുപോലെ അക്കാര്യം മന്ദാകിനിയൊട്ട് അറിഞ്ഞതുമില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ദേവരാജനും അഭിഷേകും ചേർന്ന് രാമേശ്വരത്തേക്ക് പോവുകയും സ്വാമി പറഞ്ഞ പോലെ വ്രതമെല്ലാം നോക്കിക്കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയപ്പോൾ അവരും ആ കാഴ്ച കണ്ടു. കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് ദൈവത്തിന്റെ നേരെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ലക്ഷ്മി ദേവി. കണ്ടപ്പോൾ അത് ഊർമിളയാണെന്ന് ഇരുവർക്കും തോന്നിയെങ്കിലും സ്വാമിയെപ്പോലെ തന്നെ രണ്ടുപേരും ഞെട്ടിയെങ്കിലും ഇരുവരും ലക്ഷ്മി ദേവിയുടെ അടുത്തേക്ക് ഓടിയെത്തിയതും ലക്ഷ്മി ദേവി മുൻപരിചയമില്ലാത്ത പോലെ പോയത് അവരെ ഇരുവരെയും നിരുത്സാഹപ്പെടുത്തി. തുടർന്ന് രാമസ്വാമിയോട് ക്ഷേത്രത്തിലെ തിരുമേനി കാര്യങ്ങൾ പറഞ്ഞതുപോലെ അഭിഷേകിനോടും ദേവരാജനോടും കൂടി പറഞ്ഞപ്പോൾ അവർക്കും ഇത് ഊർമിളാദേവി അല്ലെന്നുള്ള സംശയം മാറിക്കിട്ടി. തുടർന്ന് ലക്ഷ്മി ദേവിയെ കണ്ട് സംസാരിച്ച് ഗോൾഡൻ ജൂബിലി ഫംഗ്ഷന് വേണ്ടി ഊർമിളയായി അണിയിച്ചൊരുക്കി കൊണ്ടുപോകാൻ ഇരുവരും തീരുമാനിച്ചു. അതിനുവേണ്ടി ഇരുവരും ലക്ഷ്മി ദേവിയുടെ അടുത്തെത്തി. ലക്ഷ്മി ദേവി, നിങ്ങൾ നമ്മളെ സഹായിക്കണം. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല. ലക്ഷ്മി ദേവി അന്നേരം അത് എതിർത്തു. എനിക്ക് മുടിയാത്, യാരോ മാതിരി നടിക്കരുത്, തപ്പ്. ഉങ്ങൾക്കാக நான் அப்படி செஞ்சா അത് പെരിയ തപ്പ്. തുടർന്ന് ഒരുവിധം ലക്ഷ്മി ദേവി സമ്മതിക്കും വണ്ണം അഭിഷേകും ദേവരാജനും അവരോട് തങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ലക്ഷ്മി ദേവി അതിനൊന്നും സമ്മതിച്ചില്ല. അന്നേരം തിരുമേനി അങ്ങോട്ട് വന്നു. അമ്മ ലക്ഷ്മി, നീ പോണോ അമ്മ? നീ அந்த குடும்பத்துக்கு இந்த மாதிரி ஒரு தர்மம் செய்யணும்னு கடவுள் கூடி ஒருவேளை யோசிச்சிருக்கலாம். போன 20 வருடமா நீ இங்க இருக்கு. ஆனா நான் சொல்ற இந்த விஷயம் நீ கேட்கணும் அம்மா. നീ പോണോ അമ്മ ലക്ഷ്മി? തുടർന്ന് ദേവരാജനും അഭിഷേകും ഊർമിളാദേവി തങ്ങളുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങൾ മുഴുവൻ ലക്ഷ്മി ദേവിയോട് പറഞ്ഞതും ലക്ഷ്മി ദേവിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഒരു ദിവസത്തേക്ക് ഊർമിളാദേവിയായി അഭിനയിക്കാൻ വരാമെന്ന് അവർ സമ്മതിച്ചു. ആ ഞാൻ വരേ. ചന്ദനമഴ ഇനി 3 നാൾ മാത്രം.
നമ്മുടെ ഇളയമ്മ എപ്പോഴും കമ്പനി കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളവളാണ്. നമ്മുടെ ഊർമിള ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാത്തവളാണ്. നമ്മുടെ ഇളയമ്മ പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങി ഐഫോണും കയ്യിൽ പിടിച്ച് ലക്ഷങ്ങൾ വരെയുള്ള കാറിൽ സഞ്ചരിക്കുന്നവളാണ്. എന്തുകൊണ്ടാണ് ഊർമിള ദേവി ഇവിടെ എത്താത്തത്? ഇപ്പോൾ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ബോർഡ് അംഗമായ ഊർമിള ദേവി ഇല്ല. ഇപ്പോൾ കുറേയായി ഊർമിള ദേവി കാണാനില്ലെന്ന് പറയുന്നത് സത്യമാണോ? മാഡം, ഇത്രയും നാൾ മാഡം എവിടെയായിരുന്നു? മാഡത്തിനെ ദേശായി ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞത് ശരിയാണോ? ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ധീര വനിത സാക്ഷാൽ നിങ്ങളുടെ ഊർമിള ദേവി. And we are here to announce our new board member, മായാവതി ദേശായി. മായാവതി ദേശായിയോ? ഹേയ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ല ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. ഇന്ന് മുതൽ അർജുൻ ജയ്പാൽ ദേശായും അമൃത അർജുൻ ദേശായും അവരുടെ 2 മക്കളും പിന്നെ ഈ ഊർമിളയും ദേശായി ഗ്രൂപ്പിൽ നിന്നും പുറത്താവുകയാണ്. അർജുൻ എന്റെ മകനല്ല, അതാണ് സത്യം. ആനാ എനക്കൊരു ആശ ഇருக்கு. ഈ അരും കൊല ആർക്ക് നേരെ അത് വിരൽ ചൂണ്ടും? ആരൊക്കെ തമ്മിൽ ഇതിനായി പോരടിക്കും?